വളരെ വിചിത്രമായൊരു കാര്യമുണ്ട്, പക്ഷെ വിവേകത്തോടെ കരുതിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പണ്ടൊക്കെ പലതും അങ്ങ് അകലെയാണെന്ന് വിശ്വസിക്കുമ്പോൾ അടുത്തെത്തിയിരിക്കുന്നു, നമ്മുടെ നെഞ്ചോളം എത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ട ചില സംഗതികളുണ്ട്. അതിൽ വളരെ വിചിത്രമായ കാര്യം എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പലപ്പോഴും പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ, അവനവൻ്റെ വിശ്വാസത്തെയും അവനവൻ്റെ ധർമ്മത്തെയും അവനവൻ്റെ ഈ പറയുന്ന കാണിക്കയെയും എല്ലാം കൊള്ള ചെയ്യുന്നത് അതത് മതക്കാരാണ്, അതത് സമൂഹത്തിലെ കൊള്ളക്കാരാണ്, അതത് ജാതിക്കാരാണ്. വരുമാനമുള്ള മസ്ജിദിൽ കൊള്ള ചെയ്യുന്നത് മസ്ജിദ് ഭാരവാഹികൾ എന്ന് പറയുന്ന കമ്മിറ്റിക്കാരായ അത്തരം താല്പര്യമുള്ളവരാണ്. ക്ഷേത്രങ്ങളിൽ കൊള്ള ചെയ്യുന്നതും അത്തരക്കാരാണ്. ശബരിമല ക്ഷേത്രത്തിലെ പ്രതികളിൽ ഒരാൾ പോലും വേറെ സമുദായത്തിൽപ്പെട്ടവരില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെയും. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ എൻ്റെ നാടായ കൊട്ടാരക്കര കൊല്ലം ജില്ലയുടെ ഭാഗമാണല്ലോ. അവിടെ ഒരു 49കാരൻ രഘുവിനെ പിടിച്ചു. BJP സ്ഥാനാർത്ഥിയുടെ ഭർത്താവായിരുന്നു എന്നാണ് പറയുന്നത്, സംഘി. എന്തിനാ പിടിച്ചെന്നറിയോ? അവൻ വിശ്വസിക്കുന്ന, അവൻ പൂജിക്കുന്ന, അവൻ കാണുന്ന, അവൻ പ്രാർത്ഥിക്കുന്ന ഏതൊരു മേൽവിലാസത്തിലാണോ സ്വന്തം പെണ്ണും പിള്ളയും അവനുമൊക്കെ ജീവിക്കുന്ന, മറ്റവരെ മതത്തിൽപ്പെട്ടവരെ വിദ്വേഷിക്കുന്ന ആ ക്ഷേത്രത്തിലെ സർപ്പക്കാവിലെ കൽവിളക്ക്, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള മറ്റ് കരിവിളക്കുകൾ എല്ലാം വിഗ്രഹം ഉൾപ്പെടെ ഇളക്കി കൊണ്ടുചെന്ന് ഒരു കാട്ടിലിട്ടു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും പേര് നോക്കിയാണല്ലോ ആക്രമണം. ഈ പറഞ്ഞതുപോലെ ഇത് സംഭവിച്ചു കഴിയുമ്പോഴേക്ക് ആദ്യം തന്നെ എത്തുമല്ലോ, ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അവിടെ കഴിയില്ല. ഇപ്പോൾ കൊട്ടാരക്കരയൊക്കെ കച്ചവടത്തിലും വ്യാപാരത്തിലും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യർ ചേർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. കൊട്ടാരക്കര ടൗണിനോട് ചേർന്ന് തന്നെ മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇടങ്ങൾ ഉള്ളിടത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവസാനം അറസ്റ്റ് ചെയ്തത് ഇവനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോകുന്നത് എന്താണെന്നറിയുമോ? ഒരു മുസ്ലിമായ ഒരുത്തൻ അമ്പലത്തിൽ കയറി മോഷ്ടിക്കാൻ ഭയമുണ്ട്, ദൈവഭയമൊന്നുമല്ല. അവിടെ കയറുമ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ, വിഗ്രഹം, അതിലിങ്ങനെ ചുമന്ന തുണി ചുറ്റിയിരിക്കുന്നു, അവിടുത്തെ കൽവിളക്ക്, നെയ്വിളക്ക്, ഇതൊക്കെ കാണുമ്പോൾ അവന് പേടിയുണ്ട്. പിന്നെ ചെറിയ ശീൽക്കാരം, നിശബ്ദത, ഇതൊക്കെ അവന് പേടിയുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദുവിന് മുസ്ലിം പള്ളിയിലെ വഞ്ചിപ്പാട്ടെ കയറി കൈയിടാൻ പേടിയുണ്ട്. കാരണം നോക്കുമ്പോൾ അവിടെ എല്ലാം കബറ് കിടക്കുന്നു, അവിടെ എല്ലാം ഇതെല്ലാം കാണുന്നു. പക്ഷേ അവനവൻ്റെ ദേവാലയങ്ങളിലോ അത്തരം കാര്യങ്ങളിലോ എന്ത് ക്രൂരപ്രവൃത്തി ചെയ്യുന്നതിനും പലർക്കും മടിയില്ലാതായിരിക്കുന്നു. ഇവൻ ഒരു പടി കൂടി കടന്ന് കേരളത്തെ, ഈ നാട്ടിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. പോറ്റിയെ കയറ്റിയേ എന്ന് പാടിയപ്പം വർഗീയ കലാപം ഉണ്ടാകുമെന്നും പറഞ്ഞ് കേസെടുത്ത നാട്ടിൽ ഇവനെതിരെ അങ്ങനെ കേസെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവൻ പ്രധാന പുള്ളിയാണെങ്കിൽ ഇപ്പോൾ പോലീസ് അങ്ങനെ കേസൊന്നും എടുക്കത്തില്ല. വേണമെങ്കിൽ ഇവനെ മാനസിക രോഗനില തകർന്ന ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെടും. പക്ഷേ ഇതുപോലുള്ളവന്മാരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധം നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണം. നിർബന്ധപൂർവം ഒരുമിച്ച് ജീവിക്കണം എന്ന വാശി എടുത്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് അങ്ങനത്തെ ജീവിതം സാധ്യമാകൂ എന്നതാണ് സ്ഥിതിവിശേഷം.